അഗ്നിപഥ് ഇനിയും മടിച്ചു നിൽക്കുന്നവരും മുന്നിൽ നിന്ന് എതിർത്ത് പിൻവാതിലിലൂടെ അകത്ത് കയറാൻ ശ്രമിക്കുന്നവരും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപഥിനെ കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും താൽക്കാലികമായ കാര്യലാഭത്തിന് വേണ്ടി അതാത് സമയങ്ങളിലെ സർക്കാരിന്റെ പദ്ധതികളെ വില കുറച്ച് അവതരിപ്പിക്കുകയും പദ്ധതികളുടെ ഗുണപരമായ വശങ്ങൾ മുഴുവനും മറച്ചു വെച്ചിട്ട് അതിലെ ചെറിയ ചില ന്യൂനതകളെ പെരുപ്പിച്ചു കാട്ടി അതിനെതിരെ പാർട്ടി അടിമകളായ ചെറുപ്പക്കാരെ തെരുവിലിറക്കി സമരങ്ങളും പ്രതിഷേധ കോലാഹലങ്ങളും അഴിച്ചുവിടുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരം സംഭവങ്ങളാണ്. എന്നാൽ അഗ്നിപഥ് സേന റിക്രൂട്ട്മെന്റിനെതിരെ ഇന്ത്യയിൽ വിശേഷിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നത് കടുത്ത പ്രക്ഷോഭങ്ങളാണ്. പ്രക്ഷോഭക്കാർ കോടികൾ വിലമതിക്കുന്ന പൊതുമുതലാണ് അഗ്നിക്കിരയാക്കിയത്. അഗ്നിപഥിനെ അന്ധമായി എതിർക്കാൻ മുന്നിട്ടിറങ്ങിയ രാഷ്ട്രീയ മേലാളന്മാർക്ക് അതിന്റെ മേന്മകൾ എന്താണെന്ന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. എന്നാൽ തങ്ങളുടെ അണികളായ ചെറുപ്പക്കാരോട് അതിന്റെ ഗുണങ്ങളൊന്നും പറയാതെ മറച്ചു പിടിച്ചിട്ട് അതിന്റെ ചില ദോഷങ്ങൾ മാത്രം പറഞ്ഞിളക്കി കയ്യിൽ തീക്കൊള്ളിയും കൊടുത്ത് പൊതുമുതൽ കത്തിക്കാൻ പറഞ്ഞു വിടുന്നത്. തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും കൊല്ലാനും ചാകാനും വളർത്തിക്കൊണ്ടുവന്നവർ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ടുകൂടെ തന്നെയായിരുന്നു. മറ്റു ചിലരാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതികളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനുള്ള ഒരു മാർഗമായി ഇത്തരം പ്രതിഷേധങ്ങളെ ഉപയോഗിക്കാനും അമാന്തിച്ചില്ല. എന്നാൽ ജനാധിപത്യത്തിലെ നിർണായക ശക്തികളായ നിഷ്പക്ഷ ജനവിഭാഗത്തിലെ ചെറുപ്പക്കാരുടെ തോളിൽ പാർട്ടി പ്രത്യയശാസ്ത്രത്തിന്റെ നുകമൊന്നുമില്ലാത്തത് കൊണ്ടാകണം അവർ അഗ്നിപഥിലെ മേന്മകൾ തിരിച്ചറിഞ്ഞ് അപേക്ഷ സമർപ്പിക്കുകയും കൂട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലമോ 2022 ബാച്ചിലേക്ക് അഗ്നിവീർ റിക്രൂട്ട്മെന്റിനായി ലക്ഷത്തിലധികം അപേക്ഷകളാണ് സർക്കാരിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. പദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ ജൽപ്പനങ്ങളുമായി അഗ്നിപഥിനെ എതിർത്ത ഉപജാപക സംഘങ്ങൾ പ്രതിഷേധങ്ങൾ നിർത്തി മിണ്ടടങ്ങി പിൻവാങ്ങിയിരിക്കുകയാണ്. ഏത് വീക്ഷണ കോണുകളിലൂടെ നോക്കിയാലും അഗ്നിവീർ യുവജനങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട പാക്കേജ് ആണെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2വോ പാസ്സായ ശാരീരിക ക്ഷമതയും കായിക മേഖലയിൽ പ്രാവീണ്യവുമുള്ള കുട്ടികളെ അഗ്നിവീറിനായി നാം പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലോ ചുറ്റുപാടുകളിലോ അയൽപക്കത്തോ എവിടെയുമാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ജനക്ഷേമ പദ്ധതിയെപ്പറ്റി അറിയാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും അവസരം നഷ്ടമായി പോകരുത്. അഗ്നിവീർ പദ്ധതിക്ക് വളരെ മികച്ച സേവന വേതന പാക്കേജാണുള്ളത്. 4 വർഷങ്ങളിലെ മാത്രം സേവനം പൂർത്തിയായാൽ 10ാം ക്ലാസ്സുകാരനായ അഗ്നിവീറിന് +2കാരന് ഡിഗ്രിയും ടെക്നിക്കൽ ഡിഗ്രി വേണമെങ്കിൽ അതും ലഭിക്കുന്നു. മാത്രമല്ല 30 ലക്ഷത്തോളം രൂപയുടെ പ്രതിഫലങ്ങൾ, ഭക്ഷണം, വസ്ത്രം, താമസം, യാത്രാ ചെലവുകൾ, ചികിത്സ, അങ്ങനെ നിരവധി സൗജന്യങ്ങൾ, 1 കോടി മതിക്കുന്ന അപകട മരണ ഇൻഷുറൻസ്, BSF, CRPF, ITBT, ആസം റൈഫിൾസ്, കേന്ദ്ര സംസ്ഥാന സേന എന്നിവയിൽ തുടർ നിയമനത്തിന് മുൻഗണനയും. അങ്ങനെ തുടർന്ന് ആർമിയിൽ ഓഫീസറാകാനും അവസരം ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ 2000 പേരെ സ്ഥിരപ്പെടുത്തിയ സ്ഥാനത്ത് 11,000 പേരെ സ്ഥിരപ്പെടുത്തുന്നു. എംബസികൾ, രാഷ്ട്രപതി ഭവൻ തുടങ്ങി ഉന്നത സ്ഥാപനങ്ങളിൽ ജോലിക്ക് പ്രഥമ പരിഗണന ലഭിക്കുന്നു. അതിനു പുറമെ വിവിധ കമാൻഡുകളാകാനുള്ള അവസരം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പരിശീലനം, വിമാനത്തെപ്പറ്റിയും കപ്പലിനെ പറ്റിയും ഗണ്ണറിനെ പറ്റിയും പഠിക്കാനുള്ള അസുലഭ അവസരം എന്നിവ വേറെ. അഗ്നിപഥിൽ ചേരുന്നവർക്ക് ശാരീരികവും മാനസികവുമായ ക്ഷമത ലഭിക്കും എന്നതും അധികമാരും ചർച്ച ചെയ്യാത്ത പ്രയോജനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയുന്നതിലും അധികം ഗുണങ്ങളും ആനുകൂല്യങ്ങളുമാണ് അഗ്നിപഥ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ സൈന്യം ശക്തിപ്പെടുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത മറ്റ് ചില രാജ്യങ്ങൾ കുൽസിത മാർഗത്തിലൂടെ അഗ്നിപഥ് പദ്ധതിയെ തകർക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടണമെന്നും തകരണമെന്നുമൊക്കെ ചിന്തിക്കുന്ന ചില സംഘടനകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അത്തരക്കാർ മുന്നിൽ നിന്ന് അഗ്നിപഥിനെതിരെ പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ അവരുടെ സംഘടനകളും സ്ഥാപനങ്ങളും വഴി രഹസ്യമായി അഗ്നിപഥിൽ കയറിപ്പറ്റാൻ അവരുടെ യുവാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ, തെളിവുകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട്
ചിലർ നിക്ഷിപ്ത താല്പര്യത്തോടെ യുവതി യുവാക്കളെ അഗ്നിപഥ് പദ്ധതിക്കെതിരെ തിരിച്ചു വിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം യുവതി യുവാക്കളെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അഗ്നിപഥ് പദ്ധതിയെ പറ്റിയുള്ള യഥാർത്ഥ വസ്തുതകൾ നമ്മുടെ യുവതി യുവാക്കളോട് പങ്കുവെച്ച് പദ്ധതിയിൽ ചേരാൻ പരമാവധി യുവതി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കണം. ക്രൈസ്തവ സഭകൾക്ക് രൂപതാ തലത്തിലും ഇടവക തലത്തിലും ധാരാളം യുവജന സംഘടനകളുണ്ടല്ലോ. ആ യുവജന സംഘടനകളെ ഉപയോഗിച്ച് അഗ്നിപഥ് പദ്ധതിയുടെ നന്മകളെ പറ്റി യുവജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ക്രൈസ്തവ സഭാ നേതൃത്വവും മുൻകൈയെടുക്കണം. മറ്റു പല സമുദായങ്ങളും താഴെക്കിടനിലയിൽ പോലും അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യം ക്രൈസ്തവ സഭാ നേതൃത്വം വിസ്മരിക്കരുത്. നമ്മുടെ മാതൃരാജ്യത്തിന്റെ യശസ്സും പ്രൗഢിയും ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ദൗത്യത്തിൽ പങ്കാളികളാകാൻ യുവതി യുവാക്കൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് അഗ്നിപഥ് പദ്ധതി. ഒപ്പം 21 വയസ്സ് പ്രായം പൂർത്തിയാകുമ്പോഴേക്കും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സുരക്ഷിതത്വം കൈവരിക്കാനും ഇന്ത്യൻ യുവത്വത്തിന് ലഭിക്കുന്ന അസുലഭ അവസരം. ചില രാജ്യദ്രോഹികൾ പിറന്ന മണ്ണ് കത്തിക്കാനുള്ള അവസരമായി അഗ്നിപഥിനെ ഉപയോഗിക്കുന്നത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിച്ച് പിറന്ന മണ്ണിന് കാവലാളാകാനുള്ള അവസരമായി അഗ്നിപഥിനെ കാണാൻ ഇന്ത്യൻ യുവത്വത്തിന് കഴിയട്ടെ, അതും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളോടെ. ജയ് ജവാൻ, ജയ് ഭാരത്, ജയ് അഗ്നിപഥ്.